ഹലോ ഓൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഇന്നത്തെ പ്രീമിയം സെഷനിലേക്ക് നമുക്ക് പോകാം. സോ വീക്ക്ലി വീഡിയോ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ കഴിയുന്നവർ കാണുക, ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇറാൻ US കോൺഫ്ലിക്റ്റ് ഒന്ന് കൂടുന്നുണ്ട്. ആൻഡ് ഇസ്രയേൽ എന്താ പറയുക, വീണ്ടും ഇതിലോട്ട് എൻ്റർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഇന്നലെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരമൊക്കെ ഷെയർ ചെയ്തു എന്നുള്ള ന്യൂസസൊക്കെ പുറത്തു വരുന്നുണ്ട്. സോ യുദ്ധം അതിൻ്റേതായ രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ആഴ്ചകളാണ് ഇനി വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിലവിൽ 1 പോയിൻറ്റ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. ആൻഡ് S&P നാസ്ഡാക്ക് ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 28 പോയിൻറ്റ്സ് അപ്സിലാണ് FTSE ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. SCSI DX നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്ക് ഒരു മിക്സഡ് സിഗ്നൽ തരുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 54 പോയിൻറ്റ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. നിക്കി 4% ഇടിഞ്ഞ് നിൽക്കുകയാണ്. 2694 പോയിൻറ്റ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. സ്ട്രേറ്റ് ടൈംസ് 27 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. ഹാങ്സൺ 27 പോയിൻറ്റ്സ് അപ്പ് ട്രേഡ് ചെയ്യാണ്. ഹാങ്സൺ 312 പോയിൻറ്റ് അപ്പ് സൈഡാണ്, 1% അപ്പാണ് ഹാങ്സൺ. തായ്വാൻ വെയ്റ്റഡ് 47 പോയിൻറ്റ്സ് മാത്രം ഡൗൺ സൈഡ് ഉള്ളത്. കോസ്പി നിലവിൽ 208 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്, 3% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് സിഗ്നലാണ് തരുന്നതെങ്കിൽ ഒരു വേറൊരു സെൻറ്റിമെൻറ്റ് നിലനിൽക്കുന്നത് തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റിന് സമയമുണ്ട്. എന്തെങ്കിലും കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു പ്യൂർ വ്യൂ പറയട്ടെ. നിഫ്റ്റി ഡേ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെഷൻ കണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം, നിഫ്റ്റി അപ്സൈഡ് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റോക്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. കൂടുതൽ ലാർജ് ക്യാപ് സ്റ്റോക്സാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. റിലയൻസ് പോലുള്ള കമ്പനികൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അത് സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്സിൽ പ്രതിഫലിക്കുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലേക്ക് പോകാം. ലെവൽസ് ഞാൻ തൽക്കാലം മാറ്റുന്നില്ല. എന്തായാലും 24,534 ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാം, ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്ന് പറയാം. ഈ ഒരു താഴെ നിന്നുള്ള അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ 24,534 ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവും. മാർക്കറ്റിന് ഇനി ഇതിൻ്റെ അകത്തു നിന്നുള്ള ലെവൽസ് നമുക്ക് ചർച്ച ചെയ്യാം. മൈനർ ലെവൽസ്, ഇൻട്രാഡേ ലെവൽസ് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു വ്യൂ പറയുകയാണെങ്കിൽ 24,190 ഈ ഒരു റേഞ്ച് ആയിരിക്കും മാർക്കറ്റിൻ്റെ ഏറ്റവും നല്ലൊരു ബൈയിങ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സെല്ലിംഗ് പ്രഷർ വന്നാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ അതിജീവിക്കുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സോണും കൂടെ അതിൽ ഉൾപ്പെടുത്താം, 24,000. അപ്പോൾ ഈ രണ്ട് ഏരിയാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ രണ്ട് ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അല്ലാതെ വീണ്ടും ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,790 to 830 ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു 3 റേഞ്ചസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വച്ചേക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ള 1-2 സ്റ്റോക്സ് പ്രോഫിറ്റിലായിട്ടുണ്ട്. സ്വിംഗ് ട്രേഡ് പബ്ലിക് ഗ്രൂപ്പിൽ എടുത്തിട്ടുള്ളത് TC എക്സ്പ്രസ് എന്ന് പറഞ്ഞ കമ്പനി അറിയായിരിക്കും, അത് പ്രോഫിറ്റിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്ന് കണ്ടു തന്നെ അറിയാം. ആൻഡ് കല്യാൺ ജേക്കിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് പോകുന്നുണ്ട്. വേറെ സ്റ്റോക്സ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്, മാർക്കറ്റ് മോശമല്ലേ, ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ആവാസ് ഫിനാൻസസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്യുകയാണ്. എസ്ജിൽ ഞാൻ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാനുണ്ട്. എന്തായാലും മാർക്കറ്റ് പെർഫോം ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം ടെലിഗ്രാം ചാനലിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.